കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപ്പാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ആനക്കാംപൊയിൽ ഭാഗത്തെ പദ്ധതി പ്രദേശം സന്ദർശിക്കാൻ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ രാവിലെ മേപ്പാടിയിൽ നിന്നും ആനക്കാംപൊയിലേക്ക് പുറപ്പെട്ടു. പോകും വഴി താമരശ്ശേരി ചുരത്തിൽ നിത്യസംഭവം പോലെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ആനക്കാംപൊയിലിൽ മറിപ്പുഴയിലെത്തി. കൂടെ അന്നാട്ടുകാരൻ ജോസേട്ടനും കൂടെ ഉണ്ടായിരുന്നു. പദ്ധതി പ്രദേശത്തെക്കുറിച്ച് ജോസേട്ടൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ കാണുന്ന പുഴ ഇരുവഞ്ഞിപ്പുഴയാണ്. ഇവിടെയാണ് പാലം നിർമ്മിക്കേണ്ടത്. പാലം ഭോപ്പാൽ ആസ്ഥാനമായ ഇൻഫ്ര കമ്പനി 80 കോടിയിലധികം രൂപയ്ക്ക് കരാറെടുത്ത് കഴിഞ്ഞു. പിന്നീട് തുരങ്കമുഖത്തേക്കായിരുന്നു യാത്ര. അവിടെ ഭൂമി വിട്ടു നൽകിയ ജോസേട്ടൻ നമ്മോടായി സംസാരിച്ചു. പിന്നെ നിങ്ങൾ ഈ റോഡിന് വേണ്ടിയിട്ട് തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് എത്ര ഏക്കർ ഭൂമിയാണ് വിട്ടുകൊടുത്തത്? 3 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തു. അത് ഞങ്ങൾക്ക് പട്ടേ ഉള്ളൂ, 3 ഏക്കറേ ഉള്ളൂ. അത് ഗവൺമെന്റ് അതിന് 3 കോടി രൂപ തരുകയും ചെയ്തു. ഇതിന് പുറമെ എൻ്റെ ഉപജീവനവും നഷ്ടപ്പെടുന്ന കാരണം 5 ലക്ഷം രൂപ അത് തരുകയും ചെയ്തു. ഈ കാണുന്ന പാറയാണ് തുരക്കേണ്ടത്. ഇവിടെ നിന്നും 8.5 കിലോമീറ്റർ തുരന്നാൽ മേപ്പാടിയിലെ മീനാക്ഷി പാലത്തിനടുത്താണ് തുരങ്കം വന്നു ചേരുന്നത്. അവിടെ നിന്നും മേപ്പാടിയിലേക്കുള്ള റോഡിൻ്റെ പണിയും ആനക്കാംപൊയിൽ ഭാഗത്തേക്കും റോഡിൻ്റെ പണികളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. റോഡ് കരാറെടുത്ത കമ്പനിയുടെ വിവരശേഖരത്തിൻ്റെ നോട്ടീസ് ബോർഡും അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, മേപ്പാടി കള്ളാടി ആനക്കാംപൊയിൽ റോഡിൻ്റെ മറിപ്പുഴ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയുണ്ടാകും. ഈ കാണുന്നതാണ് മറിപ്പുഴ. ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വലിയൊരു പാലം, ആ പാലത്തിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ആ പാലം കഴിയുന്നതോടുകൂടി തുരങ്കം ആരംഭിക്കുകയാണ്. ഈ തുരങ്കത്തിൻ്റെ കോൺട്രാക്ടർ ദിലീപ് ബിൽഡിംഗ് കമ്പനി ഹൈദരാബാദ്, അവരാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ശുഭ പ്രതീക്ഷയുമായി ആണ് മേപ്പാടിയിലെയും വയനാട്ടിലെയും ആളുകൾ ഈ തുരങ്കപ്പാതയെ കാത്തിരിക്കുന്നത്. ഏറെ വൈകാതെ തന്നെ ഈ പദ്ധതി ആരംഭിച്ച് പൂർത്തീകരിക്കണമെന്നും വയനാടിന് ഒരു ബദൽ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഈ നാടിൻ്റെ വയനാടിൻ്റെ സ്വപ്നം പൂവണയാൻ നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.